ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു സ്ത്രീ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി ഉപേക്ഷിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട്. അതായത് ആ ഒരു ബന്ധം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കോ വേണ്ടിയിട്ട് പല മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നൊക്കെയുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പോയിന്റ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം വ്യക്തിത്വം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യാറുണ്ട്. അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ മിക്കവരും അവരിഷ്ടപ്പെടുന്ന രീതിയിലേക്കായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് അവർക്ക് അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഒരാളെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അധികം സംസാരിക്കാൻ തുടങ്ങും. അതേപോലെ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അവരിഷ്ടമുള്ള രീതിയിൽ അവർക്കിപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന, ഇപ്പോൾ അവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വേണം എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയാണ് അവർക്ക് ഇഷ്ടം, ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം കൊണ്ടുവരും. അതേപോലെ നമ്മുടെ കുറേ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റുന്നത് പോലെ തന്നെ വേണ്ടാന്ന് വെക്കാറുണ്ട്. നമ്മുടെ സ്വന്തം വ്യക്തിത്വം പോലും അവിടെ ഇല്ലാതാവും. നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ വരും എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ നമ്മളെ വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കണം, എപ്പോഴും നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മളങ്ങനെ നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം പോലും ഇല്ലാതാക്കാൻ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവർക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ അതൊരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം അവിടെ ഇല്ലാതാവും. അപ്പോൾ അത് നിങ്ങളുടെ തന്നെ വാല്യൂ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെ അവർക്ക് വേണ്ടി കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അവരിൽ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അവർക്കും വരും എന്നുള്ളതാണ്. അവിടെ ഒന്ന് നിങ്ങളുടെ വാല്യൂ കുറയും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ പതിയെ തോന്നും, എൻ്റെ ഒരു വ്യക്തിത്വം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പിലുള്ളത് കൊണ്ട് എന്താണ് ഗുണമുള്ളത്, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബന്ധത്തോട് വല്ലാത്തൊരു നീരസവും ഇഷ്ടക്കുറവൊക്കെ വരും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. സോ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം ഒരിക്കലും നഷ്ടമാക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കുടുംബത്തെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇത് മിക്കവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനെ എൻ്റെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് മാറ്റുക എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇപ്പോൾ ആ ഒരാളുടെ, നമ്മളുടെ ആ ഒരു ഫ്രണ്ടിന്റെ ക്യാരക്ടർ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ഒന്നും ഇവർക്ക് വേണ്ടിയിട്ട് അകറ്റേണ്ട ആവശ്യമില്ല. അത് വളരെ വലിയൊരു തെറ്റാണ്. കാരണം ഇവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇവർ നിങ്ങളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം ആയിരിക്കണം. നിങ്ങളെ നോക്കി വളർത്തിയിട്ടുള്ള, അത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫാമിലി, അവരെ നിങ്ങൾ ഒരിക്കലും അകറ്റി നിർത്തരുത് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിക്കുന്നു, വിട്ടുപോകുന്നു ഒന്നുമല്ല ഞാൻ പറയണത്. പക്ഷെ നാളെ ഒരു പക്ഷേ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് നിനക്ക് ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി മറ്റുള്ള ആളുകളെയൊക്കെ അകറ്റി നിർത്തിയാൽ നിങ്ങൾ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് പറയുകയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവർ പറയാ അതൊന്നും ശരിയാവില്ല, അത് വേണ്ടെന്ന് പറയാം. അപ്പൊ നമ്മളത് അവിടെ വെച്ച് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. ശരി, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത്. എന്തിനാ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? നിങ്ങൾ ഒരു പടി ഒന്ന് മുന്നിലേക്ക് പോയി നോക്കുക. അവർ പിന്നെ അത് സമ്മതിക്കും. കാരണം അവർക്ക് വേറെ വഴിയില്ല. ശരി, നീ എന്താച്ചാ ചെയ്തോ എന്നെങ്കിലും പറയും. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കരുത്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കരുത്. നാളെ നിങ്ങൾ എന്നെ റിഗ്രറ്റ് അടിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എവിടെയെങ്കിലും എത്തിയേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ലൈഫ് നിലനിൽക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ വേണം. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടൊരു വില വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും എത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊന്നും ഒരിക്കലും അവർക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കരുത്. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായി അപമാനമോ അതുപോലെ അവർ നമ്മളെ ഒരുപാട് ഇങ്ങനെ നാണം കെടുത്തുന്നുണ്ട്, ബഹുമാനമില്ലാതെ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. ഇത് മിക്ക സ്ത്രീകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ തന്നെ കുറേ പേരെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഭർത്താവിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ വളരെ അപമാനം സഹിച്ചുകൊണ്ടും അവരത് സഹിച്ചു പിടിച്ചിരിക്കാറുണ്ട്. അത് ഒന്നില്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, ഇങ്ങനെ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് പറയും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടൊക്കെയാണ്. അങ്ങനെ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കണ്ട. നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മളെ ബഹുമാനിക്കുന്നില്ല അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളവിടെ നിൽക്കുന്നത്? ലൈഫ് ലോങ് അങ്ങനെ നമ്മൾ സഹിച്ചിരിക്കേണ്ടി വരും. അപ്പം നമ്മളത്
അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. അതായത് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്റെ ഹസ്ബൻഡിന് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കത് പെട്ടെന്ന് ഹേർട്ട് ചെയ്യും, അവരെ കുറിച്ചുകൂടി ആലോചിക്കണ്ടേ, പിന്നെ കുട്ടികളും അതും ഇതും അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങളെ സ്നേഹിക്കാത്തടത്ത് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നാമത് പുറത്തിറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം എന്താണ്, സന്തോഷം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ ഒരിക്കലും അപമാനം സഹിച്ചുകൊണ്ടോ ബഹുമാനം ഇല്ലാത്ത എവിടെയോ നിങ്ങൾ നിൽക്കാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാ പ്രശ്നങ്ങൾക്കും താനാണ് ഉത്തരവാദി എന്ന് ചിന്തിക്കുക എന്നുള്ളത്. എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കുക എന്നുള്ളത്. അതിന്റെ ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൽ തെറ്റുകളൊക്കെ രണ്ടുപേർക്ക് സംഭവിക്കും. തെറ്റ് സംഭവിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നത് ശരിയാണ്. അവര് ചെയ്ത തെറ്റിന് നിങ്ങൾ പോയി സോറി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവരാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവരാണ് സോറി പറയേണ്ടത്. നിങ്ങൾ സോറി പറഞ്ഞു കഴിയുമ്പോൾ അവർക്കതൊരു ഇതാവും. അതായത് ഇനി എപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവളും ഒന്ന് സോറി പറഞ്ഞോളും, പ്രശ്നങ്ങൾ സോൾവ് ആയി എന്നുള്ളത്. അവരപ്പോൾ ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ സന്തോഷിക്കും, ജയിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സോറി പറയണ്ട. നിങ്ങളല്ല തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കരുത്. അത് നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും നിങ്ങളോട് ദേഷ്യവും വെറുപ്പും തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അറിയോ? എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരാളെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് മുഴുവൻ നമ്മൾ ആ പേഴ്സൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക എന്നൊക്കെയുള്ളത്. സാമ്പത്തിക ഭദ്രത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളും കുറച്ച് ക്യാഷിന് ഫിനാൻഷ്യലി കുറച്ചുകൂടി നമ്മൾ സേഫ് ആയിരിക്കണം. അതിനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം അവർ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരിക്കലും ഒരു സ്ത്രീയും ഒരു റിലേഷൻഷിപ്പിലും ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന, നിങ്ങൾക്ക് തന്നെ ആ ഒരു ജീവിതം വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഇത് കാണുന്ന സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.